ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിരുന്നു എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട സംഭവം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യുവതിയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഫസീലയാണ് കൊല്ലപ്പെട്ടത്. ഇതിനിടെ യുവതിയോടൊപ്പം ഈ ലോഡ്ജിൽ മുറിയെടുത്ത യുവാവ് മുങ്ങുകയും ചെയ്തിരുന്നു. അബ്ദുൽ സനൂഫ് തൃശൂർ തിരുവല്ലാമല സ്വദേശിയാണ്. എന്നാലും ഇയാൾക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരുന്നു. കാരണം ഈ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയാണ് യുവതി കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് പ്രതി സനൂഫ് കൊലപ്പെടുത്തിയതാണെന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത്. ഇയാൾ ഇന്നലെ വൈകിട്ട് ചെന്നൈ ആവടിയിൽ വെച്ചാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത്. ഇയാൾ രൂപമാറ്റം വരുത്തി ആവടിയിലെ ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് പിടിയിലായ പ്രതിയെ ഇന്ന് ഉച്ചയോടെ കോഴിക്കോട്ടേക്ക് എത്തിക്കും. ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. എന്തായാലും കൊലപാതകത്തിനുള്ള കാരണമായി പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കൊല്ലപ്പെട്ട ഫസീല സനൂഫിനെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സനൂഫ് ജയിലിൽ ശിക്ഷയും അനുഭവിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതടക്കം പ്രതിയെ കോഴിക്കോട്ടെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമേ വ്യക്തമാകൂ. എന്തായാലും കോഴിക്കോട്ടേക്ക് എത്തിക്കണം, അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം. ഒപ്പം തന്നെ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നതടക്കം കണ്ടെത്തണം. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. മറ്റൊന്ന്, സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരെ നേരിൽ കാണാൻ വേണ്ടി ഇന്ന് വരികയാണ്. ഇന്ന് രാവിലെ 11:30 കൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രിയങ്ക എത്തുമെന്നാണ് പറയുന്നത്. പ്രിയങ്കയോടൊപ്പം രാഹുൽ ഗാന്ധിയും ഉണ്ട്. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അർപ്പിക്കുന്നതിനായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഇന്നും നാളെയും ആയാണ് പര്യടനം. ഇന്ന് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പരിപാടികളാണ് പങ്കെടുക്കുക. 11:30 കരിപ്പൂരിൽ ഇറങ്ങുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുക്കത്ത് നടക്കുന്ന ആദ്യ പരിപാടി 12 മണിയോടെയാണ് മുക്കത്തെ സ്വീകരണ പരിപാടിയുള്ളത്. വിജയാഘോഷ പരിപാടി എന്നോണമാണ് വലിയ പരിപാടിയാക്കി മാറ്റാനാണ് കോൺഗ്രസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മുക്കത്തെ പരിപാടിക്ക് ശേഷം പിന്നീട് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ കരുളായിൽ 2:30 കൂടി പരിപാടിയുണ്ട്. അവിടെ സ്വീകരണമുണ്ട്, പൊതുയോഗമുണ്ട്. അതിനുശേഷം വണ്ടൂരിലാണ് പരിപാടി. ശേഷം മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലും പരിപാടിയുണ്ട്. അതോടുകൂടി ഇന്നത്തെ പര്യടനം കഴിയും. നാളെ വയനാട് ജില്ലയിലെ 3 സ്ഥലങ്ങളിൽ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. എന്തായാലും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചതിന് ശേഷം, ഏതാണ്ട് 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചതിന് ശേഷം പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുന്നു. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അർപ്പിക്കുന്നതിനായാണ് സന്ദർശനമെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ വലിയ തരത്തിലുള്ള ആഘോഷമാക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് നടക്കാനുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം വിലങ്ങാട് ഉരുൾപൊട്ടൽ. നമുക്കറിയാം വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായ അതേ ദിനങ്ങളിലാണ് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായത്. വിലങ്ങാട്ട് നിരവധിയിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. വലിയ നാശനഷ്ടമുണ്ടായി. അതായത് ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസമുണ്ടെങ്കിലും കൃഷിനാശം ഉൾപ്പെടെ, വീട് നഷ്ടപ്പെട്ടതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഈ ഉരുൾപൊട്ടലിലുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലില്ല എന്നാണ് ഇപ്പോൾ ദുരിതബാധിതരുടെ ആരോപണം. 4 മാസം മുമ്പ് നടന്ന ദുരന്തത്തിൽ ഇതുവരെയും കാര്യമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ആദ്യമായി പ്രാഥമിക ഘട്ടത്തിൽ പ്രഖ്യാപിച്ച 10,000, 5,000 രൂപ എന്നിങ്ങനെയുള്ള ധനസഹായം വിവിധ കർഷകർക്ക് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ സമഗ്ര പാക്കേജ് നടപ്പിലാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ദുരിതബാധിതർ പറയുന്നത്. ഏതാണ്ട് 13 കോടിയിലധികം രൂപയുടെ നഷ്ടം സർക്കാർ തന്നെ കണക്കാക്കിയിട്ടും 11.5 ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം മാത്രമാണ് കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നതടക്കം ഈ ദുരിതബാധിതർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിലാണ് ഈ ദുരിതബാധിതരുടെ പ്രതിഷേധമുള്ളത്. വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഇന്ന് രാവിലെ 10 മണിയോട് കൂടി ഒരു ധർണ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം പ്രകടനവും പൊതുയോഗവും നടത്തും. ആദ്യഘട്ട പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ പരിപാടി എന്നാണ് ദുരിതബാധിതർ പറയുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയില്ലെങ്കിൽ, അടിയന്തര നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭം ഘടിപ്പിക്കാനും വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാനുമാണ് വിലങ്ങാട് ദുരിതബാധിതരുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി കോഴിക്കോട് നിന്ന് ഉണ്ടാകും. സൈഫുദ്ദീൻ.